ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചപ്പാത്തിയുടെ 100ാം വാർഷികം കൊണ്ടാടുന്ന ഈ കേരളത്തിൽ ഞങ്ങൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ആദ്യമായി മാവ് നമ്മളിത് ഗോതമ്പൊടി എടുത്ത് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നു. ചപ്പാത്തിക്ക് ആവശ്യമായി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആട്ടപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ വെള്ളം ഒഴിച്ച് അത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇതേപോലെ മാവ് കുഴച്ച് നമ്മൾ എടുക്കണം. എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഒന്ന് വെയിറ്റ് ചെയ്യുകയെങ്കിൽ ആ മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം അധികം ഒന്നും ആകാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നല്ല രീതിയിൽ മയപ്പെടുത്തി എടുക്കണം. അതിന് കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. ഇതുപോലെ മയപ്പെടുത്തി പരത്തി ഒരു 15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ്നെസ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും മാവൊന്ന് ഉരുട്ടി അതിൻ്റെ ഷേപ്പൊക്കെ റെഡിയാക്കി നല്ല റൗണ്ട് പോലെ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഉരുളയെടുക്കാൻ. ചുട്ടെടുക്കുന്നത് നോക്കാം. ഒരു ചപ്പാത്തിക്കല്ലിലേക്ക് നമ്മൾ ഇതേപോലെ കല്ല് ചൂടായി കഴിയുമ്പോൾ ആദ്യം ചപ്പാത്തി ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്കത് ആ ഒരു സൈഡ് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ആ വെന്തതിന് ശേഷം മാത്രമേ ഇനി നമുക്കത് തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു സൈഡ് നമുക്കത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ചട്ടുകമോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ കുടിന്ന് കിട്ടും. ചപ്പാത്തി നല്ല രീതിയിൽ അത് കുടിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ എണ്ണയിലൊക്കെ ഇട്ട് പൂരി വറുത്തെടുക്കുമ്പോൾ കാണുന്നത് പോലെ നമുക്ക് ആ ഒരു പൊസിഷനിൽ ചപ്പാത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് ആവശ്യമായി നമ്മളിവിടെ ഉണ്ടാക്കിയത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ നമ്മുടെ കേരളക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സാധനം ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഇല്ലെങ്കിൽ നല്ല ദാൽ ഫ്രൈ, ദാൽ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കേരളത്തിൽ ഞാനും ചപ്പാത്തിയുടെ ആ തനത് ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കുകയാണ്. നല്ല അടിപൊളി കറിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നല്ല ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.